കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ ഹൈ വോൾട്ടേജുള്ള എക്സ്പെരിമെൻ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ നോക്കാം. ഓട്ടോമാറ്റിക് ഗേറ്റ് ലാമ്പ്. അത് രാത്രിയാകുമ്പോൾ തന്നെ ഓൺ ആകുകയും രാവിലെ ആകുമ്പോൾ ഓഫായി പോവുകയും ചെയ്യുന്ന ഒരു ഗേറ്റ് ലാമ്പ്. ഇത് നമുക്ക് ഇലക്ട്രോണിക്സിലൊന്നും വലിയ പരിചയമില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുപോലെ വലിയ ചിലവും ഇല്ലാത്തതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ നിഷിൻ, എലക്ട്രോസ്കോപ്പിലേക്ക് സ്വാഗതം. ഇതിനാകെ 4 കമ്പോണൻസേ ഉള്ളൂ. ആദ്യത്തെ ഒരു LDR എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇതിൽ വീഴുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് തീരെ കുറവായിരിക്കും. ലൈറ്റ് ഇല്ലാത്തപ്പോൾ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. ഇതായിരിക്കും നമ്മളുടെ സെൻസിങ് എലമെൻറ്റ്. ഇത് വെച്ചിട്ടാണ് രാത്രിയാണോ പകലാണോ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നത്. ഇനി വേണ്ടതൊരു ട്രാക്കാണ്. ഇത് സ്വിച്ചിങ് എലമെൻ്റ് ആണ്, BT136. ഇതായിരിക്കും ലൈറ്റ് ഓഫ് ആക്കുകയും ഓൺ ആക്കുകയും ചെയ്യുന്നത്. പിന്നെ ഇതിനൊരു പ്രൊട്ടക്ഷൻ വേണം. അതിനുവേണ്ടി നമ്മൾ ഡയാക് DB3 ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ വേണ്ട നാലാമത്തെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഒരു 220 കിലോ ഓമിൻ്റെ റെസിസ്റ്ററാണ്. ഈ 4 കമ്പോണൻസുമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് സോൾഡർ ചെയ്യാൻ തുടങ്ങാം. ഞാൻ പറഞ്ഞു നമ്മളിവിടെ സെൻസിങ് എലമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് LDR ആണ്. നമുക്ക് ഈ LDRൻ്റെ ഡാർക്ക് റെസിസ്റ്റൻസ് അറിയേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ആദ്യമേ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെയുള്ള ലൈറ്റിങ്ങിൽ, ഇവിടെ LED ലൈറ്റിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ലൈറ്റിൽ LDR റെസിസ്റ്റൻസിലുണ്ടാകുന്ന വേരിയേഷനാണ്. ശരിക്കും നമുക്ക് പുറത്ത് സൂര്യപ്രകാശത്തിലുള്ള വേരിയേഷൻസ് ആണ് വേണ്ടത്. നമുക്ക് ഏകദേശം ഒരു റേഞ്ച് അറിയാൻ തന്നെ ഇതൊക്കെ ടോർച്ച് ലൈറ്റ് അടിച്ച് നോക്കാം. സൂര്യപ്രകാശത്തിലുള്ള റെസ്പോൺസ് വെച്ചിട്ടാണ് നമ്മൾ 220 കിലോ ഓം റെസിസ്റ്റൻസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ റെസിസ്റ്റൻസ് ആണ് 2 കിലോ ഓം വരെയൊക്കെ പോകുന്നത് നമുക്ക് കാണാം. ഈ LDR റെസിസ്റ്റൻസും പിന്നെ റെസിസ്റ്ററും കൂടിയാണ് എത്രത്തോളം സൂര്യപ്രകാശം മങ്ങുമ്പോൾ ലൈറ്റ് കത്തണമെന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ ഈ സർക്യൂട്ട് മുഴുവൻ ഈ ലൈറ്റിൻ്റെ അകത്തായിരിക്കും സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ LDRന്ന് ലൈറ്റ് റിസീവ് ചെയ്യണമെങ്കിൽ അത് പുറത്തേക്ക് നിൽക്കണം. പക്ഷേ ചുമ്മാ ഒരു ഹോൾ ഇട്ടിട്ട് LDR പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര വൃത്തികേടായിരിക്കും. അതുകൊണ്ട് LDR നമുക്കൊരു LED ഹോൾഡറിൽ, ഇതൊരു LED ഹോൾഡറാണ്, ഇതിനകത്ത് മൗണ്ട് ചെയ്ത് വെക്കാം. LED ഹോൾഡറിലേക്ക് LDR കയറ്റി വെക്കുമ്പോൾ അതിൻ്റെ ലെഗ്സ് തമ്മിൽ കോൺടാക്റ്റ് വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഇൻസുലേഷൻ കൊടുക്കാൻ നല്ലതായിരിക്കും. നമ്മളിപ്പോൾ വയറിൻ്റെ ഇൻസുലേഷൻ എടുത്തിട്ടാണ് 2 ലെഗ്സിലും കയറ്റിയിടുന്നത്. അപ്പോൾ ഇതിന് പകരം ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് 2ലും ചുറ്റി കൊടുത്താലും മതി. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് 5mm LDR ആണ്. അപ്പോൾ 5mm തന്നെ LED ഹോൾഡർ ആണെങ്കിൽ അത് കറക്റ്റായിട്ട് അതിൽ ഫിറ്റായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കമ്പോണൻസ് എല്ലാം കൂടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കതെല്ലാം ഈ സീറോ ബോർഡിൽ സോൾഡർ ചെയ്ത് വെക്കാം. സീറോ ബോർഡ് ഒരു 30 രൂപയ്ക്കൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. മാത്രമല്ല നമ്മൾ ലൈറ്റിൻ്റെ അകത്ത് ഇത് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ സൈസ് മാക്സിമം ചെറുതായിട്ടിരിക്കുന്നതായിരിക്കും നമുക്ക് സൗകര്യം. ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് ട്രാക്ക് സോൾഡർ ചെയ്യാം. നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രാം സ്ക്രീനിൽ കാണാം, അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാക്ക് BT136 ആണെന്ന് നേരത്തെ പറഞ്ഞു. ഇതിനൊരു 15 രൂപ വിലയുണ്ട്. പിന്നെ ഇതിന് 4 ആംപിയർ വരെയുള്ള കറണ്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇതിലും കൂടുതൽ കറണ്ട് റേറ്റിംഗ് വേണമെങ്കിൽ ഇതിന് പകരം BT137 നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമുക്കിവിടെ ഒരു ലൈറ്റ് കത്തിക്കേണ്ട ആപ്ലിക്കേഷനേ ഉള്ളൂ. അതിന് ഈ ട്രാക്ക് തന്നെ ധാരാളമാണ്. മാത്രമല്ല ഈ BT136 കോമൺ ആയിട്ട് എല്ലാ ഇലക്ട്രോണിക് ഷോപ്പിലും കിട്ടുന്നൊരു ട്രാക്കാണ്. അതുകൊണ്ട് ഇത് വാങ്ങിക്കാനും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ അടുത്തത് സോൾഡർ ചെയ്യാൻ പോകുന്നത് ഡയാക്കാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ഡയാക് DB3 ആണ്. ഇതിന് 10-12 രൂപ വിലയുണ്ട്. നമ്മളിത് ട്രാക്കിൻ്റെ 3ാമത്തെ പിന്നിലേക്ക്, അതായത് ട്രാക്കിൻ്റെ 3ാമത്തെ പിന്നെന്ന് പറഞ്ഞാൽ ഗേറ്റ് ആണ്. നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. അതിലേക്കായിരിക്കും നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ പോകുന്നത്. പിന്നെ ഈ ഡയാക്കിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനൊരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ട്. അത് ഏകദേശം 30 വോൾട്ട് വരും. അതിന് മുകളിലെത്തിയാൽ മാത്രമേ ഈ ഡയാക്ക് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ. അതായിരിക്കും നമ്മളുടെ ട്രാക്കിൻ്റെ ട്രിഗർ എന്ന് പറയുന്നത്. ആ 30 വോൾട്ടിന് മുകളിലെത്തുമ്പോഴാണ് നമ്മളുടെ ട്രാക്ക് ലൈറ്റിനെ ഓൺ ആക്കുന്നത്. നമുക്കിനി റെസിസ്റ്റർ സോൾഡർ ചെയ്യാം. 220K റെസിസ്റ്ററാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡയാക്ക് സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ട്രാക്കിൻ്റെ 3ാമത്തെ പിന്നിലേക്ക്, അതായത് ഗേറ്റിലേക്കാണ് ഡയാക്ക് സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി സർക്യൂട്ട് ഡയഗ്രത്തിൽ തന്നിരിക്കുന്ന പോലെ ഡയാക്കിനും ട്രാക്കിൻ്റെ 2ാമത്തെ പിന്നിൻ്റെ ഇടയിലായിട്ട് റെസിസ്റ്റർ സോൾഡർ ചെയ്യാം.
ഇപ്പോൾ ഇതിന് പകരം മെറ്റൽ ഫിലിം റെസിസ്റ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ടോളറൻസ് കുറവായിരിക്കും. ഈ ബോർഡിനും ഈ കമ്പോണൻസിനും എല്ലാം കൂടി 50 രൂപ റേഞ്ചിലെ കോസ്റ്റ് വരുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണിത്. പിന്നെ വീഡിയോയ്ക്ക് കുറച്ചധികം ലെങ്ത് കാണും. കാരണം ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇതൊരു ലൈറ്റിൻ്റെ ബേസിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ബോർഡിൻ്റെ സൈസ് മാക്സിമം ചെറുതായിരിക്കണം. അപ്പോൾ ലൈറ്റിൻ്റെ ബേസ് കൂടി മനസ്സിൽ കണ്ടിട്ട് വേണം ബോർഡിൻ്റെ സൈസ് നമ്മൾ തീരുമാനിക്കാൻ. ഇനി നമുക്ക് LDR ആണ് സോൾവ് ചെയ്യേണ്ടത്. LDR ഡയറക്റ്റ് ബോർഡിലേക്ക് സോൾവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ലൈറ്റ് കിട്ടാൻ പാകത്തിന് ബൾബിൻ്റെ പുറത്തേക്ക് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതിലേക്ക് 2 വയർ കണക്ട് ചെയ്തിട്ട് ആ വയർ നമുക്ക് ബോർഡിൽ സോൾവ് ചെയ്യാം. നമ്മൾ എടുത്തിരിക്കുന്നത് 5 mm LDR ആണ്. അതിലും വലിയ LDR എടുത്തു കഴിഞ്ഞാൽ റെസ്പോൺസ് നന്നായിട്ട് കിട്ടും. പക്ഷേ അന്നേരം അത് ബൾബിനകത്ത് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 5 mm LDR തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിത് സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഡയാക്കിനും ട്രയാക്കിൻ്റെ 1ാമത്തെ പിന്നും ഇടയിലായിട്ട് LDR സോൾവ് ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ്. ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഈ ട്രാക്ക് ശരിക്കും ഒരു സ്വിച്ചാണ്. അത് നമ്മൾ കൈകൊണ്ട് ഓണാക്കുന്നതിന് പകരം ബാക്കിയുള്ള കമ്പോണൻസ് ആയിരിക്കും അതിൻ്റെ ട്രിഗർ തീരുമാനിക്കുന്നത്. ഇവിടെ LDRും നമ്മൾ സോൾവ് ചെയ്ത റെസിസ്റ്ററും ഒരു വോൾട്ടേജ് ഡിവൈഡർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ LDRനെ ക്രോസുള്ള വോൾട്ടേജ് എപ്പോഴാണ് 30 വോൾട്ടിൽ കൂടുതലാവുന്നത്, അതായത് ഡയാക്കിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൂടുതലാവുന്നത്, അന്നേരം ഡയാക്ക് കണ്ടക്ട് ചെയ്യും. അത് ട്രാക്കിനെ ട്രിഗർ ചെയ്യിക്കും. അങ്ങനെ ബൾബ് കത്തും. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ബൾബ് പ്രതീക്ഷയിൽ നേരത്തെയാണ് കത്തുന്നതെങ്കിൽ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ, നമ്മൾ സോൾഡർ ചെയ്ത റെസിസ്റ്ററിൻ്റെ വാല്യൂ കുറച്ചുകൂടി കൂട്ടിയിടുക. അതേസമയം നമ്മൾ പ്രതീക്ഷയിലും താമസിച്ചാണ് ബൾബ് കത്തുന്നതെങ്കിൽ റെസിസ്റ്ററിൻ്റെ വാല്യൂ കുറച്ചുകൂടി കുറച്ച് വെക്കുക. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ വാല്യൂ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 230 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ള അസംഷനിലാണ്. അപ്പോൾ വോൾട്ടേജിൻ്റെ വേരിയേഷൻ വല്ലാതെ വരുന്ന സ്ഥലങ്ങളിൽ ഈ കാൽക്കുലേഷൻസ് എല്ലാം മാറി വരും. ഇപ്പോൾ നമ്മളുടെ ബോർഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ബൾബിനകത്ത് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ ബോർഡ് സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബോർഡ് സോൾഡർ ചെയ്യുന്നതിന് പകരം ചുമ്മാ കമ്പോണൻസ് മാത്രം കണക്ഷൻസ് സോൾഡർ ചെയ്ത് വെച്ചാലും ഇത് വർക്ക് ചെയ്യും. നേരത്തെ പറഞ്ഞു ഇതൊരു ലൈറ്റിൻ്റെ അകത്തായിരിക്കും സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഓൾറെഡി ഈ ലൈറ്റിൻ്റെ അടിയിൽ ഓൾറെഡി ഒരു ഹോൾട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ LDR പുറത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ലൈറ്റിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ആദ്യം ആ LED ഹോൾഡർ നമ്മളിട്ട് ഹോളിലായിട്ട് ശരിക്കും ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് അകത്തോടെ ആയിരിക്കും നമ്മളുടെ LDR ആ ഹോളിലേക്ക് കയറ്റി വെക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് LDR ചുമ്മാ പുറത്തേക്ക് കിടക്കാതെ ഒരു ഭംഗിയിലിരിക്കുകയും ചെയ്യും. മാത്രമല്ല കുറച്ച് ഈർപ്പമൊക്കെ ഉണ്ടെങ്കിലും അകത്തേക്ക് കയറാതിരിക്കും. പിന്നെ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള LED ഹോൾഡർ ആയതുകൊണ്ട് സൂര്യപ്രകാശം LDRന് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞു 5 mm LDR ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 5 mm LED ഹോൾഡർ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതിലും വലുതാണെങ്കിൽ നമുക്ക് വലിയ ഹോൾ ഇതിനകത്ത് ഇടേണ്ടി വരും. അത് നമുക്ക് കുറച്ച് അസൗകര്യമായിരിക്കും. നമ്മൾ ഈ സർക്യൂട്ട് സപ്ലൈക്കും ലൈറ്റിനും ഇടയിലാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ലൈറ്റിൻ്റെ ഒരു ടെർമിനലിലെ വയർ ഡീസോൾഡർ ചെയ്തിട്ട് അങ്ങോട്ട് കുറച്ചുകൂടി നീളമുള്ള വയർ സോൾഡർ ചെയ്ത് വെക്കാം. പിന്നെ നമ്മളിതിപ്പോൾ CFL ലാബിലാണ് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ LED-യിലും ചെയ്യാം. ഇപ്പോൾ പഴയൊരു CFL കിടന്നത് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. LED-യിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ഡ്രൈവറുള്ള LED-യിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഫിലിപ്സിൻ്റെയോ ഹാവൽസിൻ്റെയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇത് വെറുതെ ബ്ലിങ്ക് ചെയ്ത് അല്ലെങ്കിൽ ഫ്ലിക്കറിംഗ് ഒക്കെ ആയിട്ട് നിൽക്കുക മാത്രമേ ഉള്ളൂ, നന്നായിട്ട് വർക്ക് ചെയ്യില്ല. നമുക്ക് ഈ അറേഞ്ച്മെൻറ്റ് വേണമെങ്കിൽ ലൈറ്റിൻ്റെ പുറത്തും സെറ്റ് ചെയ്യാം. പക്ഷേ അന്നേരം അതിനൊക്കെ സെപ്പറേറ്റ് കേസിങ് കൊടുക്കേണ്ടി വരും. പക്ഷേ അന്നേരം ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലൈറ്റ് ഈ ഒരു ബോർഡ് വെച്ച് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ 2 CFL-ലാണ് ഇത് ചെയ്യുന്നത്. ആ രണ്ടിലും ഈ ബോർഡ് CFL-ൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ ബോർഡ് CFL-ൻ്റെ അകത്ത് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ബോർഡും CFL-ൻ്റെ ഡ്രൈവറും തമ്മിൽ കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഷോർട്ട് സർക്യൂട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്ത ബോർഡ്
എന്തെങ്കിലും ഇൻസുലേഷൻ ടേപ്പ് വെച്ച് നന്നായിട്ട് ചുറ്റിയ ശേഷം മാത്രമേ ഈ CFL ലാമ്പിൻ്റെ അകത്തേക്ക് വെക്കാവുള്ളൂ. ഇനി വരുന്ന കണക്ഷൻസൊക്കെ ബൾബിൻ്റെ ഉള്ളിലാണ്, അതുകൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അത് സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കണക്ഷൻസൊക്കെ നമുക്കൊന്നുകൂടെ നോക്കാം. ആകെ 3 കണക്ഷൻസാണ് ബൾബിൻ്റെ അകത്ത് വരുന്നത്. നമ്മളിപ്പോൾ സോൾഡർ ചെയ്ത വയർ ട്രാക്കിൻ്റെ ഒന്നാമത്തെ പിന്നിലേക്ക് സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നു. 1ഉം 2ഉം പിന്നിന് ഇടയ്ക്കായിട്ടായിരിക്കും സ്വിച്ചിങ് നടക്കുക. ഇനി ഈ സപ്ലൈയുടെ രണ്ടാമത്തെ വയർ ഡയറക്റ്റ് ബൾബിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ വെച്ചേക്കുന്നു. ഇനിയുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാക്കിൻ്റെ ടാബിൽ നിന്നൊരു കണക്ഷൻ, ബൾബിൻ്റെ രണ്ടാമത്തെ കണക്ഷൻ ടാബിലേക്കാണ് പോയിരിക്കുന്നത്. ടാബ് എന്ന് പറഞ്ഞാൽ ട്രാക്കിൻ്റെ രണ്ടാമത്തെ പിന്ന് തന്നെയാണ്. പിന്നീടുള്ളത് ട്രാക്കിൻ്റെ ഗേറ്റിലേക്ക്, അതായത് ഡയാക്ക് വഴി റെസിസ്റ്ററിലേക്കുള്ള കണക്ഷൻ. ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. റെസിസ്റ്ററിലേക്ക് പോകുന്ന പിന്നിലെ കണക്ഷൻ നേരെ സപ്ലൈയിലേക്ക് കൊടുത്തു വെച്ചിരിക്കുന്നു. അങ്ങനെ 3 കണക്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഇനി ചെയ്യാനുള്ളത് LDR നേരെ ഹോൾഡറിലേക്ക് കയറ്റി വയ്ക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആ ബോർഡ് ഒരു ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ചുറ്റിയിട്ട് ഇതിനകത്ത് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഈ പുറത്ത് കാണുന്നതാണ് LDR. ഇതിൽ പ്രകാശം വീഴുമ്പോഴാണ് ഇത് ഓഫാകുന്നത്, ഇല്ലാത്തപ്പോഴാണ് ഇത് ഓൺ ആയിട്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇത് വർക്കാവുമോ എന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ പ്രകാശവും സൂര്യപ്രകാശവും തമ്മിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഇത് ഓൺ ആയിട്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഫ്ലിക്കറിങ്ങും അതിനുള്ള കാരണമാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടോർച്ച് വെച്ച് കുറച്ച് പ്രകാശം അടിച്ച് നോക്കാം ഇത് ഓഫാകുമോ എന്നുള്ള കാര്യം. ടോർച്ചിൻ്റെ പ്രകാശം വീഴുമ്പോൾ ഇത് ഓഫാകുകയും പ്രകാശം മാറ്റുമ്പോൾ ഇത് ഓണാകുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഇനി നമുക്കിത് കൊണ്ടുപോയിട്ടൊരു ഗേറ്റ് ലാമ്പായിട്ട് ഫിക്സ് ചെയ്യാം. നമുക്ക് ഈ ബൾബൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. ചെറുതായിട്ട് ഇടിയൊക്കെ കുലുങ്ങുന്നുണ്ട്, മഴയ്ക്കൊക്കെയുള്ള സാധ്യതയുണ്ട്. നനഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ മൂടിയൊക്കെ ഉള്ളതുകൊണ്ട് നനയത്തില്ലെന്ന് വിചാരിക്കാം. നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇപ്പോൾ വെട്ടം വീഴുന്നുണ്ട്, അതുകൊണ്ട് ഇത് തെളിഞ്ഞിട്ടില്ല. അപ്പം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നോക്കാം തെളിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ആ ഭാഗത്താണ് അതിൻ്റെ സെൻസർ ഇരിക്കുന്നത്. ഇപ്പം ചെറുതായിട്ട് കത്തുന്നുണ്ട്, തെളിയുന്ന നിങ്ങൾക്ക് കാണാം. പക്ഷെ അത് മിന്നുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് പൊത്തി പിടിച്ചാലും കുറച്ച് ലൈറ്റൊക്കെ അതിനകത്തൊക്കെ ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് അത് മിന്നിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയാകുമ്പോൾ അത് ശരിക്കും കത്തി വയ്ക്കും. അതും ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ 2 സൈഡിലും ബൾബ് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ലൈറ്റ് പോകുന്നവരെ വെയിറ്റ് ചെയ്യാം ഇത് തെളിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു ഓട്ടോമാറ്റിക് ഗേറ്റ് ലാമ്പ് കണ്ടു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം അവിടെ 2 ലൈറ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് 2 സമയത്താണ് തെളിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ റെസിസ്റ്റർ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്താണ് അത് 2 ഏകദേശം ഒരേ സമയത്തേക്ക് ആക്കിയത്. മാത്രമല്ല 2 ഓൺ ആകുമ്പോൾ ചെറിയ ഫ്ലിക്കറിംഗ് ഉണ്ടായിരുന്നു. അത് ടൈം ലാപ്സിൽ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. 2 ഓൺ ആകുമ്പോൾ ഫ്ലിക്കറിംഗ് ഉണ്ടായിരുന്നു. പിന്നെ മഴക്കാലമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മേഘം ഉരുണ്ടുകൂടി ഇരുട്ടായി കഴിഞ്ഞാൽ പകലാണെങ്കിലും ഈ ലൈറ്റ് തെളിയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പായലോ ഇലയൊക്കെ വന്ന് അടഞ്ഞിരുന്നാലും ഇത് തനിയെ തെളിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിച്ച് ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ലൈറ്റ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക.